ഓൾറെഡി പിടിച്ചാർന്ന അതിന്റെ അടുത്ത് നല്ല ചീത്തയൊക്കെ കിട്ടുമായിരുന്നു. അപ്പൊ ഈ നാട്ടിലുള്ള ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്യുമായിരുന്നു, അവരെങ്ങനെ വീട്ടിൽ പറഞ്ഞാലാന്ന് വിചാരിച്ചിട്ട്. നമ്മിപ്പോ റിലേഷനൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്ത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അന്നത്തെ വീഡിയോന്റെ ബാക്കി Q&A കൂടെ ഇതിലൂടെ കണ്ടിന്യൂ ചെയ്തു പോകണം. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ഒതുക്കി വെക്കാം. സോ നമ്മൾ ലിപ് ബാം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ആൻഡ് മുടിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഞാനിടുന്ന ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഇട്ട് കൊടുക്കണത് പ്രൈമറാണ്. സ്വിസ് ബ്യൂട്ടിയുടെ തിരാറായി. പ്രൈമർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇത് ഇടുന്നത് ഞാൻ അറിയൂല. ഓ ഞാൻ ഈ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഫേസിൽ ഡോട്ട് ഡോട്ട് ആക്കിയാണ് ഇട്ട് കൊടുക്കണം. ഈ Q&A ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, അതിന്റെ വീഡിയോ അതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ChatGPT ചോദിച്ചേക്കണം. കാരണം നിങ്ങൾ അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പൊ എന്റെ ഇല്ല. ഫോൺ ചേഞ്ച് ആക്കി അപ്പൊ ഞാൻ ആദ്യത്തെ സ്ക്രീൻഷോട്ട് ഒക്കെ പോയായിരുന്നു. സോ ChatGPT കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. ഏകദേശം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനും അതൊക്കെ ആയിട്ട് റിലേറ്റബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഐഷാഡോ ഇടാൻ പോണത്. ഷെയ്ഡ് ഒന്ന് കൺഫ്യൂസ് ആണ്. ഞാൻ ഓറഞ്ച് ഇട്ട് നോക്കാം. ഒരുപാട് പേര് ചോദിക്കണതാണ് റിയൽ നെയിം എന്താണെന്ന്. ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. റിയൽ നെയിം നെസ്റിൻ എന്നാണ്. ഞാൻ +2 പഠിക്കണ ഹ്യൂമാനിറ്റീസ്. അവിടെ നൈസായിട്ട് കൂടിപ്പോയായിരുന്നു. നോ പ്രോബ്ലം, നമുക്കത് ഒരു പ്രശ്നമല്ല. ഇങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, ഇങ്ങോട്ട് വരുമ്പോ നന്നായിട്ട് കൂടിപ്പോയി. സോ പിന്നെ എനിക്ക് വേണ്ട ക്വസ്റ്റ്യൻ ആണ് പ്ലേസ് എവിടെയെന്നുള്ളത്. ഞാൻ എറണാകുളം വൈപ്പിനാണ്. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് പറയാറുണ്ട്. 12 മണിക്ക് എണീക്കുന്ന എനിക്ക് എന്ത് ഡേ ഇൻ മൈ ലൈഫ്? ഐലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഐലൈനർ കണ്ണാടി നോക്കിയിട്ടിട്ട് വരാം. ഓ കണ്ണ് എങ്ങനെ എഴുതിയേക്കണത്. നെക്സ്റ്റ് ഞാൻ ലിപ് കോംബോ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചേക്കണത്. എന്താവും അറിഞ്ഞൂടാ, നോക്കട്ടെ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. സോ ഞാൻ മിക്സ് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചേക്കണത്. ഈ ഒരു മാസിന്റെ 11 എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. നോക്കാം മിക്സ് ചെയ്യുമ്പോ ഇങ്ങനെയാവും. പിന്നെ ഞാൻ വിചാരിച്ച് ഈ 02 എന്ന് പറഞ്ഞ ഷെയ്ഡും കൂടെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തോ. ലിപ് ലൈനർ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ ലിപ്പായ പോലില്ലേ. അടുത്തത് ഞാൻ ചെയ്യാൻ പോണത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യവും ഞാൻ ചെയ്ത പാളിപ്പോണ കാര്യമായിട്ടുള്ള ബ്ലഷ് ആണ് ഇടാൻ പോകുന്നത്. നമ്മൾ കയ്യിലെടുത്തിട്ട് മുഖത്തേക്ക് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. സോ നമുക്ക് ഇനി കുറച്ച് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം. സോ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഇയറിങ്സ് ഇടണം. പിന്നെ കുറച്ച് പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരുങ്ങിയിരിക്കണത് എത്രത്തോളം അടിപൊളി ആണെന്ന്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഫാമിലി എന്നുള്ള സപ്പോർട്ട്. ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ്, സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ വീട്ടുകാരെ ബ്ലോക്ക് ചെയ്തിട്ടായിരുന്നു ഞാൻ ഇതെല്ലാം ചെയ്തിരുന്നത്. അത് ഞാൻ പ്രൈവറ്റ് അക്കൗണ്ടിലായിരുന്നു റീൽസ് ചെയ്യണത്. പിന്നെ ഫസ്റ്റ് ഞാൻ പ്രൈവറ്റ് അക്കൗണ്ടിലാണ് റീൽസ് ഒക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പൊ വീട്ടുകാരെ ബ്ലോക്ക് ഒക്കെ ചെയ്യും, പിന്നെ നാട്ടുകാർ കാണുമായിരുന്നു. അപ്പൊ ഈ നാട്ടിലുള്ള ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്യുമായിരുന്നു, അവരെങ്ങനെ വീട്ടിൽ പറഞ്ഞാലാന്ന് വിചാരിച്ചിട്ട്. നമ്മിപ്പോ റിലേഷനൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ച് ഇങ്ങനെ നടക്കൂലേ, അതേപോലെ ഇരുന്ന് ഞാൻ ഈ റീൽസ് ഒക്കെ കൊണ്ടു നടന്നിരുന്നത്. അത് മാത്രമല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. എന്റെ ഉമ്മ ഫോൺ ഇങ്ങനെ അയൽക്കൂട്ടത്തിന് പോകല,
അപ്പൊ അയൽക്കൂട്ടത്തിന് ഉമ്മ ഫോൺ തന്നിട്ട് ഉമ്മ എവിടെയും പോയിട്ട് പോകുമ്പോ ഫോൺ തന്നിട്ട് പോകും. എല്ലാരും ഇങ്ങനെ ചിക്കനെ വിളിക്കോ അല്ലെങ്കിൽ റീൽസ് കാണും അങ്ങനെ എന്തേലും. പക്ഷെ ഞാൻ അങ്ങനെ സ്റ്റോറേജ് ഒന്ന് ഫുൾ ആയിരുന്നു. അപ്പൊ ഉമ്മ എവിടെയെങ്കിലും പോകുമ്പോ ഫോൺ തന്നിട്ട് പോകുമ്പോ ഒളിച്ചും പാത്തും വീഡിയോസ് ഒക്കെ എടുക്കും. ഓൾറെഡി പിടിച്ചാർന്ന അതിന്റെ അടുത്ത് നല്ല ചീത്തയൊക്കെ കിട്ടുമായിരുന്നു. ഫോൺ തരൂല, ഇൻസ്റ്റഗ്രാം കയറ്റാൻ സമ്മതിക്കൂല, അങ്ങനെയൊക്കെ. പിന്നെ ഒരു ഇത് വെച്ചിട്ട് ഇൻസ്റ്റഗ്രാം ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങി. വീട്ടിൽ നിന്ന് ഞാൻ 10 കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് റിംഗ് ലൈറ്റ് വാങ്ങി തന്ന് അങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാനത് ഫണ്ണിയായിരുന്നു ചെയ്യണം, പക്ഷെ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നില്ല. പിന്നെ അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഞാൻ ഐഫോൺ എടുത്ത് എക്സസ് എടുത്തതിന് ശേഷം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത്. ബട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ട്രാൻസിഷൻ ആയിരുന്നു ഈ യൂട്യൂബിലേക്ക് ഇടുന്നത്. പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് കറന്റ് ഞാൻ വ്ളോഗ് പോലെ ഇടാൻ തുടങ്ങിയത് ഒക്ടോബർ ആ ഒരു ടൈമിലാണ്. 6 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട്. അങ്ങനെ യൂട്യൂബ് ജേർണി എന്നൊക്കെ പറയുമ്പോ ഇതേപോലെ ആയിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് എന്റെ നെഗറ്റീവ് എന്താണെന്ന്. എന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഞാൻ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പേടിക്കുന്ന ഒരാളാണ്. എക്സാമ്പിൾ, ഞാനിപ്പോ മുല്ലപ്പെരിയാർ ഡാം പൊട്ടോ അല്ലെങ്കിൽ ഈ ലോകം അവസാനിക്കുമെന്നൊക്കെ ആലോചിച്ച് പേടിക്കുന്ന ഒരാളാണ്. അതെനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയണത് എപ്പോഴും വന്ന ക്വസ്റ്റ്യൻ ആണ്, ബോയ് ഫ്രണ്ട് ഉണ്ടോന്ന്. അത് ഞാൻ ഡ്രസ് മാറ്റിയിട്ട് വെച്ചിട്ട് ആദ്യം. സോ ഇതാണ് ഫൈനൽ ലുക്ക്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കാലത്ത് റിലേഷൻ ഇല്ലാത്തതായിട്ട് ആരുമില്ല. അതും പറഞ്ഞ എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സോ അടുത്ത Q&A ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയിട്ടില്ല, ലേറ്റ് ഒക്കെ പോയി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ ബൈ.